അക്ഷരമുറ്റത്ത് ഭാഗം 2. ഇന്ന് ആലോചിക്കുമ്പോൾ അധ്യാപനമല്ലാതെ മറ്റൊന്നും അപ്പന്തൊടി ഉസ്താദിന്റെ മനസ്സിൽ ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. സ്കൂളിനോട് ചേർന്ന് തന്നെ താമസ സൗകര്യമുള്ളതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞാലും ഉസ്താദ് അവിടെ തന്നെ തുടരും. സ്കൂളിൽ അധ്യാപകർ ലീവാക്കുന്ന ക്ലാസ്സുകളിൽ ഉസ്താദ് വീണ്ടും ഖുർആൻ പഠിപ്പിക്കാൻ വരും. ഉസ്താദ് മിക്ക ദിവസങ്ങളിലും വൈകിയാണ് വീട്ടിലേക്ക് പോവുക. തൂവെള്ള വസ്ത്രം ധരിച്ച് അതിരാവിലെ പൂനൂർ അങ്ങാടിയോട് ചേർന്ന ഇടവഴി കടന്ന് വയൽവരമ്പിലൂടെ ഉസ്താദ് നടന്നു വരുന്നത് കാണാൻ നല്ല ചേലാണ്. സാമാന്യം ഉയരമുള്ളതുകൊണ്ട് ദൂരെ നിന്നേ ഉസ്താദിനെ കാണാം. ഉസ്താദിൻ്റെ തല വയൽവരമ്പിൽ കണ്ടാൽ തന്നെ കുട്ടികൾ ക്ലാസ്സിൽ പോയിരിക്കും. പിന്നെ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ്. മറ്റ് അധ്യാപകരെ അപേക്ഷിച്ച് കുട്ടികളെ തല്ലുന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ പിശുക്കനായിരുന്നു ഉസ്താദ്. ചെറിയൊരു വടി കയ്യിൽ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടാവാറില്ല. ഗൗരവമുള്ള ഒരൊറ്റ നോട്ടത്തിലൂടെ തന്നെ അദ്ദേഹം കുട്ടികളുടെ തെറ്റുകൾ തിരുത്തിക്കും. 2 കൈയും കൂട്ടിപ്പിടിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് പിടിച്ച് കൊണ്ടുപോകലാണ് ഉസ്താദിൻ്റെ വലിയ ശിക്ഷ. കവുങ്ങിൻ പാള കൊണ്ട് ഉസ്താദ് ഉണ്ടാക്കുന്ന മനോഹരമായ വിഷറി സ്കൂൾ പഠനകാലത്ത് ഞങ്ങളുടെ പ്രധാന കൗതുക വസ്തുവായിരുന്നു. വീണുകിടക്കുന്ന കവുങ്ങിൻ പാളകൾ ശേഖരിച്ച് അതിൽ കല്ലുകൾ കയറ്റി വെച്ച് ആദ്യം നിവർത്തിയെടുക്കും. ശേഷം വിഷറിയുടെ ആകൃതിയിൽ മനോഹരമായി അരികൊപ്പിച്ച് മുറിച്ചെടുക്കും. ഇതിനായി ഒരു പ്രത്യേക കത്തി തന്നെ എപ്പോഴും അരയിൽ കരുതിയിട്ടുണ്ടാകും. ദിവസങ്ങളോളം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ഈ പാളയിൽ പ്രത്യേക രീതിയിൽ മെടഞ്ഞെടുത്ത പിടിയോടുകൂടിയാണ് വിഷറി നിർമ്മിക്കുക. ഉരുട്ടിയെടുത്ത പിടിയാണ് വിഷറിയുടെ മാറ്റ് കൂട്ടുന്നത്. വീശുന്നവർക്ക് കനം തോന്നാതിരിക്കാനും കൂടുതൽ കാറ്റ് കിട്ടാനും വേണ്ടി വിഷറിയുടെ ഉൾഭാഗത്ത് ചെറിയ സുഷിരങ്ങൾ കൂടി ഇടുന്നതോടെ ഉസ്താദിൻ്റെ വേനൽക്കാല സ്പെഷ്യൽ വിഷറി റെഡി. ഏകാഗ്രതയോടെ കുനിഞ്ഞിരുന്ന് വിഷറിയുണ്ടാക്കുന്ന ഉസ്താദിന് ചുറ്റും ഞങ്ങൾ വട്ടം കൂടി നിൽക്കും. ദിവസങ്ങളെടുത്താണ് ഓരോ വിഷറിയും ഉണ്ടാക്കുക. ഇത് ചിലപ്പോൾ കുട്ടികൾക്ക് സമ്മാനമായും മറ്റു ചിലപ്പോൾ വീട്ടുകാർക്ക് ഹദിയയായും സമ്മാനമായും കിട്ടും. ചപ്പുചവറുകൾ കോരിയെടുക്കാനും കുട്ടികൾ കളിക്കാനുള്ള വണ്ടിയായും മാത്രം ഉപയോഗിച്ചിരുന്ന പാള ഉസ്താദിന്റെ കരവിരലിൽ വീടുകളിലെ ഒരു അലങ്കാര വസ്തുവായി മാറി. കാലങ്ങളോളം കാന്തപുരത്തെയും പരിസരത്തെയും വീടുകളിലെ ഫാൻ ഈ വിഷറിയായിരുന്നു. ഓതാൻ കൂട്ടുമ്പോൾ ഓത്തുപള്ളിയിൽ ചേരുന്നതിന് ഓതാൻ കൂട്ടുക എന്നാണ് പറയുക. ഓതാൻ കൂട്ടുമ്പോൾ നൽകുന്ന ഹദിയ, വ്യാഴാഴ്ച കാശ്. പല സ്ഥലങ്ങളിലും ഇത് വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഖുർആൻ പഠനം ഓരോ ജുസും ഖുർആന്റെ 30 ഭാഗങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നൽകുന്ന ഹദിയ, വെള്ളിയാഴ്ച, പെരുന്നാൾ, കല്യാണം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ നൽകുന്ന ഹദിയ, കൊയ്ത്തുകാലത്ത് കൃഷിയുള്ളവർ നെല്ലിൽ നിന്ന് നൽകുന്ന വിഹിതം എന്നിവയിലൂടെയാണ് ഓത്തുപള്ളിയുടെ ചെലവുകൾ നിർവഹിച്ചു പോന്നത്. ഇതൊന്നും നിർബന്ധമോ പിരിച്ചെടുക്കാൻ ആളുകൾ ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ഉള്ളവർ ഉള്ളതുപോലെ കൊടുക്കും. ഓത്തുപള്ളിക്കുള്ള വിഹിതം കൊടുക്കുന്നതിൽ ആരും വീഴ്ച കാണിക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദിനോടുള്ള അദബിൻ്റെ ബഹുമാനം ഭാഗമായാണ് ഇതിനെ കുട്ടികളും രക്ഷിതാക്കളും കണ്ടിരുന്നത്. 10:30 സാധാരണ ദിവസങ്ങളിൽ സ്കൂൾ പഠനം ആരംഭിക്കുക. ഉസ്താദിൻ്റെ ക്ലാസ് അവസാനിക്കുന്നതും കാത്ത് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ നിൽക്കുന്നുണ്ടാകും. അയനിക്കാട്ടുകാരനായ അദ്ദേഹമാണ് മലയാളം പഠിപ്പിച്ചത്. മതപരമായ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്ന അദ്ദേഹം ഓരോത്തുപള്ളിക്ക് എന്തുകൊണ്ടും യോജിച്ച പ്രധാനാധ്യാപകനായിരുന്നു. ആപ്പാടം കണ്ടി അഹമ്മദ് കുട്ടി മാസ്റ്റർ, എളേറ്റിൽ വട്ടോളിക്കാരൻ സുലൈമാൻ മാസ്റ്റർ, അടിയോടി മാസ്റ്റർ എന്നിവരായിരുന്നു മറ്റു അധ്യാപകർ. ഗണിതം പഠിപ്പിച്ച വടകരക്കാരനായ അപ്പുമാഷ് മാത്രമാണ് അധ്യാപകരിൽ പരദേശക്കാരൻ. പരീക്ഷകളിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ ബെഞ്ചിലിരുത്തിയിരുന്നത്. ക്ലാസ്സിലെ മിടുക്കനുള്ളതാണ് ഒന്നാമത്തെ ബെഞ്ചിലെ ആദ്യത്തെ ഇരിപ്പിടം. മാർക്ക് കുറഞ്ഞവർ പിൻബെഞ്ചിലും. ഓരോ പരീക്ഷയ്ക്കു ശേഷവും ഇരിപ്പിടം മാറ്റും. അതൊരു നല്ല ഏർപ്പാടായിരുന്നില്ല എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പഠനത്തിലെ മികവിന് അംഗീകാരം നൽകാം, പക്ഷേ മികവ് കുറഞ്ഞവരെ അവഗണിക്കുന്നത് പോലെയുള്ള സമീപനം ശരിയല്ല. അതവരെ എക്കാലത്തേക്കുമായി തളർത്തിക്കളയും. ഒന്നാം ബെഞ്ചിലെ ആദ്യ ഇരിപ്പിടത്തിലിരിക്കാൻ എനിക്കാണ് അവസരം ലഭിച്ചത്. കുണ്ടത്തിൽ മൊയ്തീൻ കുട്ടിയായിരുന്നു തൊട്ടടുത്ത്. സ്കൂൾ വളപ്പിൽ തന്നെയായിരുന്നു അവൻ്റെ വീട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുത്തിരുന്നത് പേരെ പേരെ പേരക്കു പേരക്കുട്ടിയായിരുന്നു. ഹിന്ദു സമുദായത്തിൽ നിന്നും സ്കൂളിൽ നന്നേ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാളായിരുന്നു പേരക്കുട്ടി. 1 മണി മുതൽ 2 മണി വരെയാണ് ഉച്ചഭക്ഷണത്തിനുള്ള സമയം. ഭൂരിഭാഗം വീടുകളിലും ഉച്ചഭക്ഷണം പതിവില്ലാത്ത കാലമാണ്. അതുകൊണ്ട് സ്കൂളിലും പേരിന് ഇടവേള ഉണ്ടാവും എന്നല്ലാതെ കുട്ടികളാരും വീട്ടിൽ പോകുന്ന പതിവില്ല. ചുറ്റുവട്ടത്തിരുന്ന് വിവിധ കളികളിൽ ഏർപ്പെടും. പന്തുകളിയാണ് അക്കാലത്തെ ആണുങ്ങളുടെ പ്രധാന കളികളിലൊന്ന്. സമൃദ്ധമായി തെങ്ങുകളുള്ള പ്രദേശമാണ് ഞങ്ങളുടേത്. തെങ്ങിൻ്റെ പച്ചോല മെടഞ്ഞുകെട്ടിയോ പഴന്തുണികൾ ഉരുട്ടി ചുറ്റിക്കെട്ടിയോ ഉണ്ടാക്കുന്ന പന്തു വെച്ചാണ് കളി. ഇങ്ങനെ പന്തുണ്ടാക്കുന്നതിൽ പ്രാവീണ്യമുള്ള ചില മുതിർന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. സ്കൂൾ മുറ്റത്ത് വലിയ സ്ഥലമൊന്നുമില്ലാത്തതിനാൽ കളി മിക്കപ്പോഴും തൊട്ടടുത്ത വയലിലേക്ക് നീങ്ങും. കൊയ്ത്തു കഴിഞ്ഞ പാടത്തിലെ മൺതിട്ടകളിൽ തട്ടി കാലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാകും. സ്വതവേ കളിയിൽ താല്പര്യമില്ലാത്ത ഞാൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കും. കൂട്ടുകാരുടെ നിർബന്ധത്തിൽ ചില സമയങ്ങളിൽ പന്ത് തട്ടാനും ഇറങ്ങും. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോഷകാഹാര വിതരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പാൽ വിതരണം ആരംഭിച്ചത്. ചാക്കുകളിൽ എത്തിക്കുന്ന പാൽപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കി നൽകലാണ് പതിവ്. ഇത് കുടിക്കാനുള്ള പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അതിരാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ കപ്പ പുഴുങ്ങിയതോ മാത്രം കഴിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഞങ്ങൾക്ക് ആ പാൽപ്പൊടി വലിയൊരു ആശ്വാസമായി തീർന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. പഞ്ചസാരയുടെ മധുരം ആദ്യമായി മതിവരുവോളം മറിഞ്ഞതും സ്കൂളിലെ ഈ പാൽവെള്ളത്തിൽ നിന്നാണ്. പഞ്ചസാര വിലപിടിച്ച വസ്തുവായതുകൊണ്ട് വീടുകളിൽ അത് വാങ്ങുന്ന പതിവുണ്ടായിരുന്നില്ല. കുണ്ടത്തിൽ സ്കൂളിന് തൊട്ടടുത്ത് പാടവക്കത്തായി പഴയ ഒരു ശ്രാമ്പി നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു. ഓത്തുപള്ളിക്കും വളരെ മുമ്പേയുള്ളതാണെന്നാണ് പറഞ്ഞു കേട്ടത്. രാവിലെ മുതൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി പണിത ഈ ശ്രാമ്പിയിൽ വെച്ചായിരുന്നു ഓത്തുപള്ളിയിൽ പഠിച്ച കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക. അപ്പന്തൊടി ഉസ്താദിന് പുറമെ അവേലത്തുകാരനായ അഹമ്മദ് കുട്ടി മാസ്റ്ററും സുലൈമാൻ മാസ്റ്ററും കൂടെയുണ്ടാകും. ചെറിയ സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു ശ്രാമ്പിയിൽ പോകാൻ മുൻഗണന നൽകിയിരുന്നത്. ശ്രാമ്പിയോട് ചേർന്ന് തന്നെ ചെത്തുകല്ലുകൊണ്ട് കെട്ടിയ ചെറിയൊരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതിലേക്കിറങ്ങി വേണം അംഗസ്നാനം ചെയ്യാൻ. ഞങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നിസ്കരിച്ചു പഠിച്ചത് ആ ശ്രാമ്പിയിൽ വെച്ചാണ്. തെറ്റുകൾ ഉസ്താദ് അപ്പോൾ തിരുത്തി തരും. പ്രായോഗിക പഠനത്തിനുള്ള ഈ സൗകര്യം കണക്കിലെടുത്താണ് മതപാഠശാലകൾ പള്ളികളോട് ചേർന്ന് വേണം എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ വ്യാപകമായ മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ പ്രേരണയായി തീർന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 1951 അൽ ബയാനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുതുതായി മദ്രസ തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമായി ഇക്കാര്യം പ്രത്യേകം പരാമർശിച്ചിരുന്നു. ക്ലാസുകൾക്കിടയിൽ തന്നെ കൂട്ടമായി ജമാഅത്തിനു പോകാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ളുഹറിന് പുറമെ അസർ കൂടി നിസ്കരിച്ച് ഉസ്താദ് ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. ഒരിക്കൽ സ്കൂൾ വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വയലിലെ വലിയൊരു വരമ്പ് മുറിച്ച് കടന്നു വേണം പോകാൻ. മഴക്കാലമാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ വയലിലൊക്കെ നല്ല വെള്ളമുണ്ട്. മഴയുടെ ഒച്ചയെ മറികടക്കാൻ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടാണ് നടത്തം. ഇതിനിടയിലാണ് വരമ്പു തകർത്ത് വലിയൊരു വെള്ളപ്പാച്ചിൽ വന്നത്. ശക്തിയുള്ള എന്തോ ഒന്ന് കാലിൽ പിടിച്ചു വലിച്ചതേ ഓർമ്മയുള്ളൂ. മരം കടപുഴകി വീഴുന്ന കണക്കെ ഞങ്ങൾ നിന്ന നിൽപ്പിൽ വയലിലേക്ക് മറിഞ്ഞു വീണു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഞങ്ങളും ഒഴുകുകയാണ്. സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് ധാരാളം കുട്ടികളുണ്ട്. കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിൽ പരന്നൊഴുകുന്നുണ്ട്. ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പരിസരത്തുള്ളവർ ഓടി വന്നു.
കൂട്ടത്തിൽ അധ്യാപകരും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഞങ്ങൾ ഓരോരുത്തരെയും കരക്കെത്തിച്ചു. മറുഭാഗത്ത് കെട്ടുനിർത്തിയ വെള്ളം കനത്ത മഴയിൽ വരമ്പ് പൊട്ടി കുത്തിയൊലിച്ചതാണ്. എല്ലാവരും കരക്കെത്തിയപ്പോഴാണ് അടിയോട് മാഷ് ഖുർആൻ ഖുർആൻ എന്ന് ഉറക്കെ ഒച്ച വെച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. നനഞ്ഞു കുതിർന്ന ഒരു മുസ്ഹഫും ഖുർആൻ കയ്യിലെടുത്ത് അടിയോടി മാഷ് കരയിലേക്ക് വരുന്ന രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏതോ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഒലിച്ചു പോയ മുസ്ഹഫായിരുന്നു അത്. അന്ന് എല്ലാവർക്കും സ്വന്തമായി മുസ്ഹഫ് ഉള്ള കാലമല്ല. 5ാം ക്ലാസ് വരെയായിരുന്നു പഴയ കാലത്ത് LP സ്കൂൾ പഠനമായി കണക്കാക്കിയിരുന്നത്. 5 വർഷവും അബ്ദുള്ള ഉസ്താദ് തന്നെയായിരുന്നു ഓത്തുപള്ളിയിലെ ഞങ്ങളുടെ ഗുരു. അദ്ദേഹം അവിടെ 40 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പുതിയ കാലത്ത് ഒരു വർഷത്തിൽ തന്നെ 1-ലധികം സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. ഒരാൾ തന്നെ ദീർഘകാലം ഒരേയിടത്ത് ജോലി ചെയ്യുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിനാവശ്യമായ ക്ഷമയും പരിശീലനവും മനോധൈര്യവും വിട്ടുവീഴ്ച മനസ്ഥിതിയും ഉണ്ടാകണമെന്ന് മാത്രം. 1940കളുടെ അവസാനത്തോടെ കുണ്ടത്തിൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ഓത്തുപള്ളിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ സ്കൂളുകളിലെ മതപഠനം അവസാനിപ്പിക്കണമെന്ന മദ്രാസ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവായിരുന്നു ഇതിന് കാരണം. മലബാർ പോലുള്ള പ്രദേശങ്ങളിൽ ഓത്തുപള്ളികളിലൂടെയായിരുന്നു പലയിടങ്ങളിലും സ്കൂളുകൾ തന്നെ രൂപപ്പെട്ടു വന്നത്. പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഓത്തുപള്ളികളിൽ നടന്നു വന്ന മതപഠനം വഴിയാധാരമാകുന്ന സ്ഥിതി വന്നു. 1921 മലബാർ കലാപത്തെ തുടർന്ന് വന്ന ആരാധനാലയങ്ങളുടെ നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാഗികമായി നിലനിന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇത് കാരണം പള്ളികളോട് ചേർന്നുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി മതപഠനത്തിന് ഉപയോഗിക്കാനും കഴിഞ്ഞില്ല. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മതപഠനം അങ്ങോട്ടേക്ക് മാറ്റലായിരുന്നു ഏക പരിഹാരം. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമായിരുന്നു അത്. ഫലത്തിൽ സ്കൂളുകളിൽ നിന്ന് മതപഠനം പുറത്താക്കപ്പെടുകയും പകരം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതുമായ അവസ്ഥ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കിയത്. കുണ്ടത്തിലെ ഓത്തുപള്ളിക്ക് പകരം വിപുലമായ സൗകര്യങ്ങളോടെയുള്ള വലിയൊരു മദ്രസ തന്നെയാണ് കാന്തപുരത്ത് തുടങ്ങിയത്. അവേലത്തെ തങ്ങളായിരുന്നു അതിൻ്റെ സാരഥി. സമസ്തയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിതമായതിനു ശേഷം തുടക്കം കുറിച്ച ആദ്യത്തെ മദ്രസകളിൽ ഒന്നായിരുന്നു മഅ്ദിനുൽ ഉലൂം എന്നു പേരുള്ള ഈ മദ്രസ. സാമാന്യം എല്ലാ സൗകര്യങ്ങളോടെയുമുള്ള സ്ഥാപനമായിരുന്നു അത്. മദ്രസയുടെ നിർമ്മാണത്തിനു വേണ്ടി അന്ന് 7 ദിവസത്തെ വാഴ് മതപ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. 1952 പുഴമാട്ടുമ്മൽ വെച്ച് നടന്ന ആ വാഴ് പരമ്പര എനിക്ക് ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് അതിലേക്ക് വന്നത്. പുഴയുടെ ഒരു ഭാഗത്ത് ആണുങ്ങളും മറുകരയിൽ പെണ്ണുങ്ങളും. മൈക്കൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് അന്ന് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. പൂനൂരിൽ വാഴ് പറഞ്ഞാൽ വാവാട് വരെ കേൾക്കും എന്നാണ് പറയുക. അന്തരീക്ഷം ഇന്നത്തെ പോലെ മലിനമല്ലാത്ത കാലമാണല്ലോ. ആളുകളുടെ കേൾവിശക്തിയും ശ്രദ്ധയും കൂടുതലാണ്. പെട്രോമാക്സുകൾ കത്തിച്ചുള്ള വെളിച്ചത്തിലാണ് പരിപാടി.